ഹലോ ചെങ്ങമരകൾ നോക്കിങ്ങൾ നമ്മളിങ്ങനെ രാത്രിയിൽ പോരുന്നതാണ്. ഇപ്പോൾ ഈ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്ന ജിബ്ജാത്ത് ജബൽ അങ്ങനെ കയറിപ്പോയി കണ്ട് അബ്ദൂദ് ഒരുപാട് വായിക്കൊള്ളാത്ത പേരാണ്, പറഞ്ഞ് പഠിക്കണം ആദ്യം, അറബി പേരുകളൊക്കെ ആണ്. ഏതായാലും അങ്ങനെയെല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മളിപ്പോൾ എപ്പോൾ പുറപ്പെട്ടിരുന്നു? വൈകുന്നേരം 3 മണിക്ക് പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഇവിടെ സമയം രാത്രി 11:30 മണിയായി. ഞങ്ങൾ റിട്ടേൺ വരുന്നതാണ് കേട്ടോ. ഇത് ഫുള്ള് കണ്ടില്ലേ, അതേ വഴി കൂടെ തിരിഞ്ഞ് വരികയാണ്. പിന്നെ അങ്ങ് അകലെ മല കുന്നിൻ്റെ മുകളിൽ ഇതാ റോഡാണ് കാണുന്നത്. അത് നീണ്ട് കാണുന്ന പ്രകാശിപ്പം ആ റോഡ് കയറാനുള്ളതാണ്. അങ്ങനെ തന്നെ ഒരു ഇറക്കമാണെങ്കിൽ പിന്നെ ഒരു കയറ്റം, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒരു കയറ്റത്തിൽ ഇറക്കമുണ്ട്, അത് തന്നെ. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് വന്ന കാര്യങ്ങളൊക്കെ സഫലമായിട്ടുണ്ട്, ഏതാണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതൊന്നല്ലായിരുന്നു മുകളിലുള്ളത്. അവിടുന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല, ഇപ്പോഴാണ് ഫ്രീ ടൈം കിട്ടിയത്. അപ്പോൾ അവിടെ എല്ലാം എന്താ വെച്ചാൽ മൊത്തത്തിൽ മൂടൽ മഞ്ഞ് പോലെ, ഒന്നൊരു ഫോഗ് മൂടൽ മഞ്ഞാണ്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏകദേശം 1 മീറ്റർ 2 മീറ്റർ ഇത്രേ കാണും, അതിനപ്പുറത്തേക്ക് കാണൂല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. പിന്നെ ലൈറ്റിൻ്റെ വെളിച്ചം ഉണ്ടായതുകൊണ്ട് അത് കാണും. പിന്നെ ബാക്കിയൊക്കെ ഒഴിഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ചെറിയ ടൗൺഷിപ്പ് ഏരിയയിലാണ് പോയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നതൊക്കെ ഒഴിഞ്ഞ സ്ഥലമാണ്. ഉള്ള കുന്നിൻ ചെരിവുകളും കുന്നുകളും മേടുകളൊക്കെയാണ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കറുപ്പാ കാണും, പച്ച കാണില്ല. പച്ച കാണി പകൽ തന്നെ വരണം. ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഏത് കുന്നുമുകളായാലും എവിടെയാണെങ്കിലും ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ സ്ട്രീറ്റ് ലാമ്പ് പ്രകാശിതമായിരിക്കും, സ്ട്രീറ്റ് ലാമ്പ് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്ട്രീറ്റ് ലാമ്പ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇനി എത്ര ഫോഗാണെങ്കിലും ആ ഒരു സെൻറ്റർ കൂടെയുള്ള സ്ട്രീറ്റ് ലാമ്പ് നോക്കിയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റും. റോഡ് സിംഗിൾ റോഡാണ്, 1 വേ റോഡാണ്. 1 വേ അല്ല, 2 വേ റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ ഒരൊറ്റ ട്രാക്കേ ഉള്ളൂ, സിംഗിൾ റോഡാണ്. എന്താണെന്ന് വെച്ചാൽ മലപ്രദേശങ്ങളൊക്കെ ഒഴിഞ്ഞ ഭാഗങ്ങളൊക്കെ അതേപോലെ സിംഗിൾ വേനെ ഉണ്ടാവുള്ളൂ. ഡബിൾ റോഡൊക്കെ ടൗൺഷിപ്പിലാണ് വരിക. ഏതായാലും ഒഴിഞ്ഞ ഭാഗമാണ്, 2 ഭാഗവും ഫ്രീ ആണ്. പിന്നെ ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്, പക്ഷേ അത് അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാടൻ കാലാവസ്ഥ. അതേപോലെ അടുത്ത ഇറക്കം ഒരു കയറ്റം കയറി നമ്മൾ വന്നിട്ട് ഇറങ്ങാൻ പോയി, അടിച്ചിറങ്ങല്ല, ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇനിയിപ്പോൾ അവിടെ കാണുന്നത് താഴേലാണ് കാണുന്നത്. അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി പോകണം. നമ്മൾ ആ താഴത്ത് കാണുന്നത് അതിലാണ്ട് ഇറങ്ങി പോകണം. അപ്പം അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അല്ല കേട്ടോ ഇറക്കം, ഇതൊന്നുമല്ല. ഇതൊക്കെ സാധാരണ ചെറിയൊരു ഇറക്കമായിട്ട് കൂട്ടിയാൽ മതി. ഇനിയൊരു ഇറക്കം വരാനുണ്ട്, അതൊരു ഇറക്കമായിരിക്കും മക്കളെ, വല്ലാത്തൊരിറക്കം. ഇറങ്ങുമ്പോൾ കാണാം, കാണിക്കും. ഇപ്പം രാത്രി ആയതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, ക്ലാരിറ്റി കുറവായിരിക്കും. പക്ഷെ എന്നാലും ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ആ ഒരു ഇറക്കം കഴിഞ്ഞ് ചെറിയൊരു കയറ്റായി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഫോഗ് വന്നു തുടങ്ങി, ഫോഗ് ഏതാണ്ട് വന്നു തുടങ്ങി, മൊത്തം മൂടലായി. ഒരു ഏകദേശം ലെവലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ആകെ പേടിക്കാനുള്ളത് ഈ വഴി കൂടെ പശുക്കളും അതേമാതിരി ഈ ഡോങ്കി കഴുതകളും ക്രോസ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്രയും കണ്ണിങ് ആയിട്ടാണ് നമ്മൾ വരിക. നോക്കിയിട്ട് വിധമായ ഇറക്കം സ്റ്റാർട്ടായി. ഇറക്കം മാത്രമല്ല, ഇറക്കത്തോടൊപ്പം ഫോഗ് എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞാണ്. മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല, എവിടെ നോക്കണം എങ്ങനെ നോക്കണമെന്നൊന്നും അറിയില്ല. പിന്നെ ഈ സ്ട്രീറ്റ് ലാമ്പിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ റോഡ് മനസ്സിലാക്കുക. നിങ്ങൾ കാണുന്നുണ്ടാവും, റോഡ് കാണുന്നില്ല നിങ്ങൾക്ക്, ആ സ്ട്രീറ്റ് ലാമ്പ് മാത്രം കാണാം. പക്ഷേ ഫോണിൽ കാണുന്ന പോലെയല്ല, സ്ട്രീറ്റ് ലാമ്പ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അങ്ങ് അകലെ ഒരു വണ്ടീൻ്റെ ലൈറ്റാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ പാസ് ചെയ്ത് പോയി നമ്മളിങ്ങനെ പോവുകയാണ്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ മൃഗങ്ങൾ എന്തെങ്കിലും ക്രോസ് ചെയ്താൽ നമുക്ക് കാണാൻ പ്രയാസമായിരിക്കും, വളരെ അടുത്തിട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 100-150 സ്പീഡിലാണ് പോകുന്നത്. ഇറക്കാൻ കയറ്റാൻ പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പോയേ ഒക്കൂ. കാരണം ഇത് വിജനമായ പ്രാന്തമായ വളരെ ഭയാനകമായ ഒരു ഏരിയയാണ് ചുറ്റുഭാഗം. പ്രദേശത്ത് ചിലപ്പോൾ തമ്പടിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നില്ല. ഇതുവരെ അങ്ങനെ കേസുകൾ കേട്ടിട്ടില്ല, പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡോറെല്ലാം ഫുൾ 4 ഡോർ ലോക്ക് ചെയ്ത് അവിടെ ഒരു ഫാമിലിയൊക്കെ ഇവിടെ വന്നിരുന്ന ആറുമാതിക്ക് ഉണ്ട്. വണ്ടിയെല്ലാം കൊണ്ട് നിർത്തി. കാരവാൻ ക്യാബിനൊക്കെയാണത്, സ്ലീപ്പിംഗ് ക്യാബിനൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അതിൽ തന്നെ കിടന്നുറങ്ങി. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അവസ്ഥ. അപ്പോൾ ഫോഗ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറക്കത്തിൽ എത്തിയിട്ടില്ല, ഇറക്കം എത്താൻ പോകണേ ഉള്ളൂ. നേരത്തെ എത്തി ചെറിയൊരു ഇറക്കമാണ്, ഞാൻ അതാന്ന് വിചാരിച്ച് മാറി പറഞ്ഞു. ഇതിപ്പോൾ വളവേതാ തിരിവേതാ റോഡേതാ, അതാ സ്ട്രീറ്റ് ലാമ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഏക ആശ്രയം റോഡിൻ്റെ നടുവിൽ കാണുന്ന റിഫ്ലക്ടർ ഉണ്ട്, ചെറിയ